2021 തൊട്ട് 2023 വരെ കൃത്യമായി പറഞ്ഞാൽ 2 വർഷം ഇന്ത്യൻ മാർക്കറ്റ് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺ അല്ലെങ്കിൽ സീറോ റിട്ടേൺ ആണ്. ചാർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് -2.78% ഓഫ് റിട്ടേൺ ആണ്. 2 വർഷത്തെ കൺസോൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം 2023 തൊട്ട് 2024 വരെ 2 വർഷം വളരെ ക്ഷമയോടുകൂടി SIP കൃത്യമായി കണ്ടിന്യൂ ചെയ്ത ഒരാൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 45%. കൃത്യമായി പറഞ്ഞാൽ ഈ ഗ്രാഫിൽ ഈ കാണുന്ന ഒരു റൈസ് എന്ന് പറഞ്ഞാൽ 46% ആണ് ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത്. 2 വർഷം ഒരു റിട്ടേൺ കൊടുത്തില്ല, എല്ലാ റിട്ടേണും കൂട്ടിയിട്ട് 2023-ലും 2024-ലും കൊടുത്തു. ഇനി ഇപ്പോഴത്തെ സാഹചര്യം നോക്കാം. കഴിഞ്ഞ 2024 സെപ്റ്റംബറിൽ തുടങ്ങിയ മാർക്കറ്റ് കറക്ഷനും അവിടെ നിന്ന് മാർക്കറ്റ് അതിൻ്റെ ഹൈയിലോട്ട് പോവാതെ ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ 2021-23 കാലഘട്ടത്തിൽ എന്ത് റിട്ടേൺ കൊടുത്തു അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരല്പം റിട്ടേൺ, അന്ന് 2.7% നെഗറ്റീവ് റിട്ടേൺ കൊടുത്തപ്പോൾ ഇന്ന് -3.7% റിട്ടേൺ കൊടുത്തു. അതായത് ഈ ഗ്രാഫിൽ കാണുന്ന ഈ 2 വർഷം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ റിട്ടേൺ -3.7. പക്ഷേ 2023 തൊട്ട് 2024 വരെ 46% റിട്ടേൺ കൊടുത്തു. ആ 2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ വമ്പിച്ച റിട്ടേൺ എന്ന് പറയുന്നത് ആ 2 വർഷത്തെ കാത്തിരിപ്പിന് കൂടി റിവാർഡ് ചെയ്യുന്നതായിരുന്നു. അതേ അവസ്ഥയാണ് ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. കൃത്യമായൊരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുക, ഇൻ്റർനാഷണൽ പോർട്ട്ഫോളിയോ സെപ്പറേറ്റ് ആയിട്ടും ഇന്ത്യൻ ഡൊമസ്റ്റിക് പോർട്ട്ഫോളിയോ സെപ്പറേറ്റ് ആയിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇക്വിറ്റി കുറേ കൂടെ 2 വർഷത്തെ കൺസോൾട്ടേഷന് ശേഷം വളരെ അട്രാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. ഓപ്പർച്യൂണിറ്റി മിസ്സാകാതിരിക്കുക. ഇന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറയും കുറച്ച് സ്വത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് വളരെ ലൈറ്റായിട്ട് പറഞ്ഞോളി. പക്ഷേ അതിലുപരി നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി എഴുതി വെച്ച് ഓരോ ആവശ്യത്തിനും വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ഒരു രീതിയിലുള്ള EMI-യോ ലോണോ എടുക്കേണ്ട ഒരു ആവശ്യം വരില്ല എന്നുള്ളതാണ് സത്യം. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് പലരും ഉത്തരം പറയുന്നത് നമുക്കൊരു 10,000 രൂപ വെച്ച് തുടങ്ങാം. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ 10,000 പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി മിക്ക സമയങ്ങളിലും കിട്ടാറില്ല. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണം, നാട്ടിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത സമയത്തോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കിട്ടണം, ഈ ഒരു ചിന്ത ആണ് നമുക്ക് അതിൻ്റെ ബേസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എത്ര രൂപ നിങ്ങൾക്ക് ജീവിക്കാൻ വേണം എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഓൾ ഇൻ വൺ കാൽക്കുലേറ്റർ എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് ഞാൻ സ്ക്രീനിലോട്ട് പോകാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ എത്ര എമൗണ്ട് നിങ്ങൾ SIP ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമെടുക്കാൻ ഈ കാൽക്കുലേറ്റർ നിങ്ങളെ സഹായിക്കും. കാൽക്കുലേറ്ററിൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് ഏജ്, നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ടെന്ന് നിങ്ങളിവിടെ എഴുതുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് എടുത്തിട്ട് പറയാം. എനിക്ക് 37+ വയസ്സായി, ഞാൻ 37 ഇയേഴ്സ് എന്നിവിടെ എഴുതുന്നു. ഞാൻ എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്യും? നമുക്ക് ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ഒരു 55 വയസ്സ് വരെയൊക്കെ വളരെ ആരോഗ്യപരമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മളിവിടെ 55 വയസ്സ് വരെ ഇയേഴ്സ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ SIP എത്ര വയസ്സ്? 55 വയസ്സ് വരെ ചെയ്യാൻ പറ്റും. അതായത് 37 തൊട്ട് 55 എന്ന് പറയുമ്പോൾ എനിക്ക് 18 വർഷം ഇനി എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. 55-ാമത്തെ വയസ്സാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. 37-ാമത്തെ വയസ്സിൽ തുടങ്ങുന്നെങ്കിൽ 18 വർഷം വരെ എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു 50,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഞാൻ വിഡ്രോ ചെയ്യുന്നത് 56-ാമത്തെ വയസ്സിലാണ്. ഈ സമയത്ത് നമ്മുടെ കഥ എന്ന് പറയുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,08,000 രൂപയും നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,20,000 കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടലായിട്ട് 56-ാമത്തെ വയസ്സിൽ എൻ്റെ കയ്യിൽ 4,28,00,000 രൂപ ചുരുക്കത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഇതെനിക്ക് വൺ ടൈം ആയിട്ട് ആ സമയത്ത് കിട്ടും. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു എനിക്കൊരു എയിം ഉണ്ടായിരിക്കണം. എൻ്റെ എയിം ഞാൻ ഈ 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് 55-ാമത്തെ വയസ്സിൽ എന്നെ കൊണ്ട് ജോലി എടുക്കാൻ പറ്റില്ല, ബിസിനസ് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലുള്ള വർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു സമയം വരും. ആ സമയത്ത് എനിക്ക് എല്ലാ മാസവും 1,00,000 രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് വേണം. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ഞാനിവിടെ എമൗണ്ട് എഴുതുന്നു 1,00,000 4 5.
1 ലക്ഷം രൂപ വെച്ച് ഞാൻ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ 56ാമത്തെ വയസ്സിൽ വിഡ്രോവൽ നടത്തി കഴിഞ്ഞാൽ ഓരോ മാസവും 1 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് ഒരിക്കലും തീർന്നു പോകില്ല എന്നർത്ഥം. അതായത് അങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനം നമ്മൾ ഓരോ ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാലും ബാക്കി വരുന്ന 4,28,00,000 ഉണ്ട് നമ്മൾ കണ്ടു. അതിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 4,27,00,000 അവിടെ കിടന്ന് വളർന്ന് 4,28,00,000 മുകളിൽ പോകും. വീണ്ടും നമ്മൾ 1 ലക്ഷം എടുക്കുന്നു, വീണ്ടും അടുത്ത മാസം ഇത് വളരുന്നു. അപ്പോൾ ഈ വളർച്ച ഉള്ള എമൗണ്ട് അവിടെ കിടന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളരുന്നത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതുവരെ ഉണ്ടായ വളർച്ച ഓൾമോസ്റ്റ് ആ തുക അവിടെ തന്നെ അങ്ങോട്ട് കിടക്കുന്നു. നമുക്ക് അടുത്ത ജനറേഷന് മാറ്റി കൊടുക്കാമെന്നാണ് അർത്ഥം. ഇനി ഈ 1 ലക്ഷത്തിന് പകരം ഞാൻ സിമ്പിളായിട്ട് ഞാൻ വിചാരിക്കുന്നു, ഇന്നത്തെ 1 ലക്ഷം ഇന്നെനിക്ക് വേണമെങ്കിൽ അന്ന് എനിക്കൊരു 5 ലക്ഷം രൂപ വേണ്ടി വരും. അത് നമുക്ക് ഇൻഫ്ലേഷൻ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ 5 ലക്ഷം രൂപ 3, 4, 5 ലക്ഷം രൂപ വെച്ചാണ് ഞാൻ ഒരു മാസം എടുക്കുന്നെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും 196 മാസം മാത്രമേ. ഇപ്പം ഞാൻ 50,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ 5 ലക്ഷം രൂപ വെച്ച് 56ാമത്തെ വയസ്സിൽ ഓരോ മാസവും എടുത്താൽ എനിക്ക് 196 മാസം ഇതുപോലെ എടുക്കാൻ എൻ്റെ കൊട്ടയിൽ, എൻ്റെ വാലറ്റിൽ, എൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോയിൽ ക്യാഷ് ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമുക്ക് 196 മാസം മതിയോ എങ്കിൽ 5 ലക്ഷം രൂപ വെച്ച് എടുക്കാം. പെർഫെക്റ്റ്. നമ്മളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഇന്ന് 1 ലക്ഷം വേണമെങ്കിൽ അന്ന് എനിക്ക് 5 ലക്ഷം വേണം എന്നൊരു തീരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ 50,000ത്തിന് പകരം ഞാൻ വിചാരിക്കുന്നു എനിക്ക് കഴിയുന്നത് എനിക്ക് അവിടെ ഒരു 25,000 രൂപയെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. 25,000 രൂപയെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ടു ആ എമൗണ്ട് അവിടെ പകുതിയാക്കിയപ്പോൾ 196 മാസം എന്നുള്ളത് വെറും 56 മാസമായിട്ട് ചുരുങ്ങി. അപ്പോൾ ഇൻവെസ്റ്റ് എത്രയും നേരത്തെ തുടങ്ങുക, ഏറ്റവും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി വേറൊരു മാജിക്ക് കൂടി കാണിക്കാം. ഇത് ഞാൻ 75,000 രൂപ വെച്ച് ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ, നിങ്ങൾക്ക് 5 ലക്ഷം സുഭിക്ഷമായിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങളുടെ പോർട്ട്ഫോളിയോ സീറോ ആകില്ല. നിങ്ങൾക്ക് അടുത്ത ജനറേഷനും ഇത് കൈമാറാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഇവിടെ ഞാനിപ്പോൾ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്നു എന്നാലോചിക്കാം. 1 ലക്ഷം, 10 ലക്ഷം, 10 ലക്ഷം രൂപ മാസം എടുത്തു കഴിഞ്ഞാൽ പോലും 104 മാസം എനിക്ക് ജീവിക്കാനുള്ള ക്യാഷ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 56 വയസ്സായി, നിങ്ങൾക്കൊരു 90 വയസ്സ് വരെ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ എത്ര രൂപ വേണ്ടി വരും? 100 വയസ്സ് വരെ ജീവിക്കാൻ എത്ര രൂപ വേണ്ടി വരും? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ജീവിച്ചാലും അടുത്ത തലമുറയിലോട്ട് കൈമാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ വയസ്സ് നോക്കി, എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി, എത്ര തുക എന്നുള്ള ആ എമൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പെർ മന്ത്, ഇത് നിങ്ങളൊരു തീരുമാനം എടുക്കണം. അല്ലാതെ നമ്മൾ 5,000 രൂപയോ 10,000 രൂപയോ 25,000 രൂപ അങ്ങനെ ഒരു തോട്ടിലോട്ട് പോകുന്നതിന് പകരം കൃത്യമായ ഡാറ്റ അനാലിസിസ് ബേസ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു കാൽക്കുലേഷൻ നമ്മൾ നടത്താനും എത്ര രൂപ ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടും. ഈ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിലും നിങ്ങളുടെ ലാപ്ടോപ്പിലും നിങ്ങൾക്ക് അവിടെ കടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ ഈ ടൂൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഡയറക്റ്റ്ലി ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എത്ര രൂപ SIP ചെയ്യണമെന്നുള്ളത്. അപ്പോൾ കൃത്യമായ നല്ല ഒരു പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്ത് വളരെ ഡിസിപ്ലിനായിട്ട് നല്ല ഫണ്ടുകൾ ചൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഇതിൽ നിന്ന് വെൽത്ത് ജനറേറ്റ് ചെയ്തേ മതിയാകൂ.